വളർത്തൽ കൃഷിയായി അംഗീകരിക്കണമെന്നും കോഴി കർഷകരോടുള്ള ചൂഷണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സമരത്തിനൊരുങ്ങുന്നു. കോഴി വളർത്തലിനെ കൃഷിയായി അംഗീകരിക്കണമെന്നും കോഴി കർഷകരോടുള്ള ചൂഷണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ പോൾട്രി ഫാമുകൾ അടച്ചിടാൻ ഒരുങ്ങുന്നു. തമിഴ്നാട്ടിലെ പോൾട്രി ഫാം അസോസിയേഷന്റെ സമരത്തോടെ കുതിച്ചുയർന്ന കോഴിവില വീണ്ടും ഉയർന്നേക്കും. സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ കോഴി വളർത്തൽ തൊഴിലായി സ്വീകരിച്ച കേരളത്തിലെ ലക്ഷക്കണക്കിന് കർഷകർക്ക് സർക്കാർ യാതൊരുവിധ സഹായമോ പരിഗണനയോ നൽകുന്നില്ലെന്ന് സംഘടന ആരോപിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറച്ചിക്കോഴി ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അന്യ സംസ്ഥാനങ്ങളിൽ കോഴി വളർത്തൽ കൃഷിയായി അംഗീകരിച്ചു. സബ്സിഡികളും സഹായങ്ങളും കർഷകർക്ക് നൽകുന്നു. കേരളത്തിൽ കർഷകർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ലെന്നും ലീഗൽ അഡ്വൈസർ ഉമ്മർ കെ.ടി, സെക്രട്ടറി ഖാദർ അലി വട്ടന്നൂർ തുടങ്ങിയവർ പറഞ്ഞു. 2 ദിവസങ്ങളിലായി ആലുവ YMCA ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന KPFI കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ലീഡേഴ്സ് ക്യാമ്പിൽ വെച്ച് തീരുമാനങ്ങളെടുത്തു. ക്യാമ്പ് ആലുവ MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള സ്റ്റേറ്റുകളെല്ലാം കോഴി വളർത്തലിനെ കൃഷിയാക്കി മാറ്റിയപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അത് മാറ്റാത്തത് തീർച്ചയായിട്ടും അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു നീതികേടാണത്. തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇതിന്റെ നോട്ട് തയ്യാറാക്കി, നിങ്ങളുടെ എന്തൊക്കെയാണ് ഇഷ്യൂ എന്നുള്ള നോട്ട്, പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതാണല്ലോ, ഒരു നോട്ട് തയ്യാറാക്കി എനിക്ക് തന്നാൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവസരം കിട്ടിയാൽ നിങ്ങളുടെ ഈ വിഷയം സഭയുടെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെടും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഹുസൈൻ വടക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഡോക്ടർ നൌഷാദ് അലി, ഡോക്ടർ സുധി, ഡോക്ടർ രജീഷ്, ഡോക്ടർ റാണ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ അലി വറ്റലൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഉമ്മർ കെ.ടി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഭാരവാഹികളായ സെയ്തു മണലായ, തമ്പി എറണാകുളം, ഷബീർ പുളിങ്കാവ്, സജീവൻ പെരുമ്പാവൂർ, എൽദോസ് എറണാകുളം, ലത്തീഫ് മണ്ണാർമല, ബിജുപാൽ തൃശൂർ, രവി ആർ പാലക്കാട്, മുഹമ്മദ് അലി നാലകത്ത്, മറിയക്കുട്ടി കോഴിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഉമ്മർ ഹാജി സ്വാഗതവും കൺവീനർ സലീം മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യാത്രയിൽ കേരളത്തിലുടനീളമുള്ള കോഴി കർഷകർ 724 അപേക്ഷ ഈ രംഗത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള യാത്രയിൽ അദ്ദേഹത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിനൊന്നും കാര്യമായ ഒരു പരിഗണന പോലും ഉണ്ടായിട്ടില്ല എന്ന സത്യം ഞങ്ങളുടെ വിനയപൂർവ്വം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ കേരളത്തിലെ കോഴി കർഷകരെ ഞെക്കിക്കൊല്ലുന്ന രീതിയിൽ നിലവിലുള്ള ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോവുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവ് ക്യാമ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ആഴ്ചയിൽ തന്നെ, ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിയമസഭയുടെ അവസാന സമ്മേളനം സെഷൻ നടക്കാൻ പോവുകയാണ്. ആ സമ്മേളന സെഷനിലും ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങൾ മുമ്പ് നൽകിയ നിവേദനങ്ങളും ഞങ്ങളുടെ റിക്വസ്റ്റും അനുഭാവപൂർവ്വം പരിഗണിക്കുന്നില്ലെങ്കിൽ തുടർന്നുള്ള സമര പരിപാടികളുമായി കേരളത്തിലെ കോഴി കർഷകർ ഇറങ്ങേണ്ടി വരും. കോഴി വളർത്തുന്ന കോഴി കർഷകരായി കണ്ടുകൊണ്ട് ഈ മറ്റു കർഷകർക്ക് ലഭ്യമാക്കുന്ന അതേ ആനുകൂല്യങ്ങൾ ഈ കോഴി കർഷകർക്കും ലഭ്യമാക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രത്യക്ഷമായ ഈ ഫാമുകൾ അടച്ചുകൊണ്ടും മറ്റു സമരങ്ങളുമായിട്ടുള്ള ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വരുന്ന ആളുകളിൽ കോഴി ഇറച്ചിക്ക് വില വർദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമരം കേരളത്തിൽ കാണാൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു തീരുമാനവുമായിട്ടായിരിക്കും നമ്മൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് എന്നുകൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ കോഴി കർഷകരെ സംരക്ഷിക്കുന്ന സമീപനത്തിലേക്ക് ഗവൺമെൻറ് തയ്യാറായി വരണം. ഈ 14 ലക്ഷത്തോളം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ വോട്ടിംഗ് ബാങ്കാണ് ഈ കോഴി കർഷകർ എന്ന് പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള വലിയ വില കൂടിയ ഒരു തീരുമാനത്തിലേക്ക് വരെ ഈ കേരള പോൾട്രി ഫാം അസോസിയേഷന്റെ കീഴിലുള്ള ഈ സംഘടന മുന്നോട്ട് പോകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ക്യാമ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആലുവ.